Welcome to Flavors of India. സൂററ്റിൻ്റെ ഔട്ട്സ്കേർട്സിലുള്ള ഭാഗവാൻ എന്ന് പറയുന്ന വച്ചിട്ടാണ് നമ്മൾ ക്യാമ്പി ടൈഗർ പ്രോൺസിൻ്റെ ഫീൽഡ് കണ്ടത്. അതായത് ഷ്രിം ഫാംസ് കണ്ടു. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു 1 hour ട്രാവൽ ചെയ്തിട്ട് വന്ന സിസൂദര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയും മീൻ തന്നെയാണ് പ്രധാനപ്പെട്ട കൃഷി. അതായത് ഈ പാടശേഖരങ്ങൾ പോലെ കിടക്കുന്ന ഈ പോൺസിലെല്ലാം തന്നെ ഫിഷ് കൾട്ടിവേഷനാണ്. ഈ ഫിഷ് എന്ന് പറഞ്ഞാൽ ഇതിവിടെ തിലാപ്പിയയുടെ കൾട്ടിവേഷനാണ്. റെഡ് തിലാപ്പിയ, പിന്നെ അങ്ങനെ പല കളേഴ്സിലെ തിലാപ്പിയയുടെ കൾട്ടിവേഷൻ. ഇതും ക്യാമ്പി ടൈഗർ ഫുഡ് പ്രോഡക്ട്സിൻ്റെ അവരുടെ ഈ സീ ഫുഡ് പ്രോഡക്ട്സിൻ്റെ കൂട്ടത്തിലെ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെയും ധാരാളം പോൺസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എല്ലാം ഫീൽഡുകളാണ്. എല്ലാം തന്നെ പാടശേഖരങ്ങൾ പോലെ കിടക്കുന്ന ഈ നെൽപ്പാടങ്ങൾ പോലെ തന്നെ മീൻപാടങ്ങളാണ്. ഈ കാണുന്നത് ഇതിനകത്തെല്ലാം തന്നെ പല ടൈപ്പ് ഓഫ് തിലാപ്പിയ ഫിഷ് ഉണ്ട്. നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ ഫിഷ് ഫാമിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ധാരാളം മത്സ്യങ്ങളുണ്ട്. ധാരാളം നല്ല ബിഗ് ഫിഷാണ് തിലാപ്പിയ. അപ്പോൾ റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പല ടൈപ്പ് ഓഫ് തിലാപ്പിയാസിനെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ പോൺസ് പോലെ ഇങ്ങനെ ഫീൽഡ്സ് എല്ലാം തന്നെ വെള്ളം നിറച്ച് കിടക്കുകയാണ്. ഇത് നോക്കൂ, ഇത് അതിന് ഫീഡ് കൊടുക്കാനും ഒക്കെ ഈ ഹാർവെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നെറ്റിട്ട് പിടിക്കാനൊക്കെ ഇവിടെ വന്ന് നിന്നായിരിക്കും അവർ ചെയ്യുന്നത്. നല്ല രസമില്ലേ? ചെറിയ ഹട്ട്സ് മാതിരി. അപ്പോൾ ഇതിൻ്റെ ഫീഡിങ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുക. ഈ ഒരു പാടത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ കംപ്ലീറ്റ് റെഡ് തിലാപ്പിയ അല്ലേ? നിറച്ചോളൂ. ഇതെന്ത് ഫുഡാണ്? വാട്ട് ഫീഡ് ഇസ് ദിസ് ഇസ് പ്രോബയോട്ടിക്. ഇത് കംപ്ലീറ്റ് പ്രോട്ടീൻ ഫീഡാണ്. പ്രോബയോട്ടിക് ഫീഡാണ് കൊടുക്കുന്നത്. സോയാ പ്രോട്ടീനൊക്കെ ചേർന്നിട്ടുള്ള. കണ്ടില്ലേ? മത്സരിച്ച് കഴിക്കാൻ. എങ്ങനെ ഫീഡ് കൊടുക്കും? എത്ര പ്രാവശ്യം കൊടുക്കും ഫീഡ് ഒരു ദിവസം? 3 times. 3 times ആണ് ഫീഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 3rd time ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗ്രോയിങ് സ്റ്റേജ് എന്ന് വെച്ചാൽ 5 months, റൈറ്റ്? 6 months അതിൻ്റെ വെയിറ്റ് 500 gram ആകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സെയിൽ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഒരു 1/2 kilo വെയിറ്റുള്ള മീനാണ് ഡിമാൻഡ്. അത് തൊട്ട് തുടങ്ങും. ഇതിൻ്റെ വളർച്ച 1.5 kilo വരെ വളരാം. പക്ഷേ 6 മാസം കൊണ്ട് തന്നെ വിളവെടുപ്പ് അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് നടക്കും. 1/2 kg സൈസ്. ഇത് ഭയങ്കര റെയർ അല്ലേ? റെഡ് കളറിലെ തിലാപ്പിയ, ബ്ലാക്ക് തിലാപ്പിയ വേറെ ഫീൽഡിലുണ്ട്. അങ്ങനെ ഈ ഒരു ഫീൽഡ് കംപ്ലീറ്റ് ഇവിടെ റെഡ് തിലാപ്പിയ. നല്ല ഭംഗിയുണ്ട്. ഇതിനെ ഒന്ന് നെറ്റിലൊന്ന് എടുത്ത് നോക്കിയാലോ? നോക്കാം.
ഇത് 180 ഗ്രാം. ഓക്കെ, ഇവന് 180 ഗ്രാംസ് അല്ലേ? 180 ഗ്രാംസ്. ഇതിനി വളരാനുണ്ട്. 500 ഗ്രാം വരെ ആകുമ്പോൾ മാത്രമേ ഇത് ഹാർവസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഇതിനെ തിരിച്ചു വിടാൻ പോവാണ്. ഓക്കെ, ഇതിനെ തിരിച്ച് ഓക്കെ, ഇവരെല്ലാവരും തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ വിടാം. ഇപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ പുറത്തേക്ക് എടുത്തത്. പക്ഷേ കുഴപ്പമില്ല, അതിനൊന്നും സംഭവിക്കില്ല. തിരിച്ച് വെള്ളത്തിലിട്ടാൽ മതി. നല്ല സ്ട്രോങ് ഫിഷാണ്, അതുകൊണ്ടൊന്നും പേടിക്കേണ്ടതാണ്. അതേപോലെ എല്ലാത്തിനും തിരിച്ചു വിടാൻ പോവാണ്. അപ്പോൾ റെഡ് തിലാപ്പിയയുടെ വിശേഷം കണ്ടു. ഇതെല്ലാം തന്നെ ക്യാമ്പി ടൈഗർ സീ ഫുഡ് പ്രോഡക്ട്സിൻ്റെ വിശേഷങ്ങളാണ്. അവരുടെ ഫിഷ് ഫാമിൽ നിന്നാണ് ഈ കാഴ്ചകളെല്ലാം നമ്മൾ കാണുന്നത്. എന്തൊരു മനോഹരമായ കാഴ്ച അല്ലേ? ഇങ്ങനെ രണ്ട് സൈഡിലും ഫിഷ് ഫാം, എങ്ങോട്ട് തിരിഞ്ഞാലും പലതരം മത്സ്യങ്ങൾ. ഒരു ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ ഷ്രിംസ്, വേറൊരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ തിലാപ്പിയ എന്ന് പറയുന്ന മത്സ്യം. അപ്പോൾ നമ്മൾ അടുത്ത ഫീൽഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും തിലാപ്പിയാണ്, ബ്ലാക്ക് തിലാപ്പിയ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു 7 അടി പൊക്കത്തിലാണ് വെള്ളം നിറഞ്ഞു കിടക്കുന്നത്, 7 feet. അപ്പോൾ അത്യാവശ്യം നല്ല താഴ്ചയുണ്ട്. കാര്യം ഇവന് ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ ബ്ലാക്ക് തിലാപ്പിയയുടെ ഭാഗത്ത് ഏതാണ്ട് ഹാർവെസ്റ്റിന് റെഡിയായി നിൽക്കുന്ന തിലാപ്പിയാസാണ്. വളർച്ച എത്തി 1/2 കിലോ തൂക്കത്തിലുള്ളത് തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഇപ്പോൾ റെഡ് തിലാപ്പിയ കണ്ടത് കുഞ്ഞുങ്ങളാണ്, ഒരു 180 ആ ഒരു ഗ്രാമിൻ്റെ സൈസുള്ളൂ. ഇത് 500 grams, ½ kg. ഗുണ്ടുമണികളായിരിക്കും. നോക്കുക. അപ്പോൾ എന്തായാലും തിലാപ്പിയ ഇപ്പോൾ മാർക്കറ്റിൽ നന്നായിട്ട് ഭയങ്കര മാർക്കറ്റിൽ ഡിമാൻഡുള്ളൊരു ഫിഷായി വളർന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഒരുപാട് റിസർച്ചുകൾ നടത്തിയതിലെല്ലാം തന്നെ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ബാസ എന്ന് പറഞ്ഞ ഫിഷിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ വളരുകയാണെന്നാണ്. കാര്യം അത്രയ്ക്ക് നല്ല ഫ്ലഷി ആയിട്ടുള്ള മത്സ്യമാണ്. ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ആൾക്കാർക്ക് പല ടൈപ്പ് ഓഫ് ഫിഷ് വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മീനാണിത്, സോഫ്റ്റ് ഫിഷ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫീഡിങ് ടൈം എല്ലാവരും കൂടി കിടന്ന് ബഹളം വയ്ക്കുന്ന നോക്കും. ഭക്ഷണം കൊടുത്തപ്പോൾ അയ്യോ, എന്തായാലും നെറ്റിൽ അവന്മാരെ പിടിക്കുവാണ്. വല വീശി പിടിച്ചു തുടങ്ങി. കുറേ എണ്ണം കുരുങ്ങിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായ വല വീശലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അയ്യോ, ബിഗ് സൈസ്. ഇത് കുറച്ച് ഹെവിയാണ്. ഓഹോ, പിടിക്കാൻ പാടായിരിക്കും അല്ലേ? അയ്യോ, ഇത് 1/2 കിലോയുടെ സൈസാണ്. ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഈ സൈസാണ് സാധാരണയായിട്ട് വിൽക്കുന്നത്. നോക്ക്, ഭയങ്കര ബഹളം. ഇത് ബ്ലാക്ക് തിലാപ്പിയ. അയ്യോ അയ്യോ, വെരി സ്ട്രോങ്. നോ, മുറുക്ക പിടിച്ചിരിക്കുകയാണ്. ഇത് ബ്ലാക്ക് തിലാപ്പിയ. ഇതാണ് ½ kg, റൈറ്റ്? 1/2 കിലോ, 500 ഗ്രാം സൈസ്. ഇത് ഹാർവെസ്റ്റ് റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെ പിടിച്ചിട്ട് നേരെ എങ്ങോട്ട് കൊണ്ടുപോകും? ഇത് റീറ്റെയിൽ ആൾക്കാർ. ഇത് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് റീറ്റെയിൽ കടകളിലേക്ക് എത്തും. പിന്നെ ഇതിനെ പ്രോസസ്സ് ചെയ്യാതെ തന്നെ ലൈവായിട്ട് വേണമെങ്കിലും വിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഇവരുടെ തന്നെ ഷോറൂമിൽ, ക്യാമ്പി ടൈഗർ മാർട്ട്, അവരുടെ തന്നെ ഷോപ്പിൽ, സീ ഫുഡ് മാർട്ട് എന്ന് പറഞ്ഞിട്ട് ബോംബെയിൽ 2
ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അവിടെ ഇതിനിങ്ങനെ വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുക. അതിനെ നോക്കി ഇഷ്ടമുള്ളതിനെ എടുക്കാൻ പറ്റും. അയ്യോ ഇത് ഫ്രോസൺ ആയിട്ട് ഇത് പ്രോസസ്സ് ചെയ്തത് ഇത് നാട്ടിൽ കേരളത്തിലും കിട്ടുന്നുണ്ട്. കാലിക്കറ്റ് സൈഡിലൊക്കെ ഇത് അയ്യോ ചാടിപ്പോയി വെള്ളത്തിലേക്ക്, നേരെ വെള്ളത്തിലേക്ക് പോയി. ഇനി തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ വിടണമല്ലോ ഇവരെ. അപ്പോൾ ബിസ്മി പറഞ്ഞ കടയിൽ കിട്ടും, ബിസ്മി സൂപ്പർ മാർക്കറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോറിൻ്റെ കടകളിലുണ്ട്, പിന്നെ ലുലു മോളിലുണ്ട്, പോത്തീസിലുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട് ഈ ആള് തിലാപ്പിയ. അപ്പോൾ ഇത് ഭയങ്കര ഡിമാൻഡുള്ള ഫിഷാണ്. നല്ല ഫ്ലഷിയാണ്. അതിൻ്റെ ആ നടുക്കത്തെ എല്ലാം മാറ്റി കഴിഞ്ഞാൽ നല്ല വൈറ്റ് ഫ്ലഷാണ്. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി വിഭവങ്ങൾ, ഫിഷ് ഫിംഗർ, അങ്ങനത്തെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. വെള്ളത്തിലേക്ക് എടുത്ത് എറിയട്ടെ. അയ്യോ രക്ഷപ്പെട്ടു. അവനൊരു ട്രോമയാണ്, ഒന്നും സംഭവിക്കില്ല. പക്ഷെ സ്ട്രോങ് ഫിഷ് ആയതുകൊണ്ട്. എങ്കിലും സാധാരണ ഇത് പിടിച്ചോണ്ട് പോവുമല്ലോ, ഇത് പിടിക്കാറായി. When is the harvesting going to happen? Harvesting is going on. It's going on every day. Every day. Oh, demand അനുസരിച്ച് ഇവനെ എടുത്തോണ്ടിരിക്കുക. You take how? 1.5 ton. Okay, daily. Oh, 1.5 ടൺ ഡെയിലി സപ്ലൈ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ നിന്നൊക്കെ ദിവസവും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. 1.5 ടണ്ണാണ് ദിവസം ഇപ്പോൾ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നത്. അത് പ്ലാന്റിലേക്ക് കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തിട്ട് ഫാക്ടറിയിൽ നിന്ന് പ്രോസസ്സ് ചെയ്ത് ഫ്രോസൺ ആക്കി പാക്ക് ചെയ്ത് പല ഷേപ്പിൽ സൈസിലൊക്കെ ആക്കിയിട്ട് ചങ്കി പീസ്, ചങ്ക്സ്, ഫിലെ, പിന്നെ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സെയിൽ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ. ഇവിടെ ഇതിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ പിടിച്ച് അവരെ അങ്ങനെ കൊണ്ടുപോകാനാണെന്ന് വിചാരിച്ചു. പക്ഷേ രക്ഷപ്പെട്ടു. നാളെ വരെ ഹാപ്പി. ഇന്ന് രാത്രി ഇനി ഇല്ലല്ലോ, നാളെ പിടിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡി ഫിഷാണിത്. തിലാപ്പിയ, വൈറ്റ്, ബ്ലാക്ക്, പിന്നെ റെഡ്, ഇതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് ഒരു ഭയങ്കര, ഇത് ഇവിടെ മുഴുവൻ ഇതാണ്. ഇവിടെ കംപ്ലീറ്റ് ക്യാമ്പി ടൈഗർ സീ ഫുഡ് പ്രോഡക്ട്സിൻ്റെ ഫിഷ് ഫാമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് കോസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ. എന്ത് രസമല്ലേ. ഇത് 1 കിലോയുടെ സൈസാണ്, കുറെ കൂടി വലുത്. എൻ്റെ അമ്മേ, ബിഗ് സൈസ്. ശോ This is 1 kg? No, 900. 900. How do you know? Correct? Yes. Okay. ഇത് 900 ഗ്രാം. പല സൈസ് ഉണ്ട്. 1 കിലോയുടെ ഉണ്ട്, ഇതിലും വലുത് കിട്ടും. 1 കിലോയുടെ ഉണ്ട്. ഇത് 900 ഗ്രാംസ്. kg ഒരെണ്ണത്തിനെ നോക്കാം നമുക്ക്. ഇത് 1 കിലോ സൈസ്. അയ്യോ, ബിഗ് സൈസ്. വെരി ഡിഫിക്കൽട്ട്. അത് അടങ്ങി നിൽക്കുന്നില്ല. ഭയങ്കര ബഹളം, ഭയങ്കര ആരോഗ്യമാണ്. സ്ട്രോങ് ഫിഷ്. എൻ്റെ കാല് പോയി, കാലിനകത്ത് വീണു. 1 kg. 1 kg പിടിക്കും. ഇത് 1 kg അല്ല? No? This is the 1 kg? Yeah, 1 kg. This one? Or this one? അയ്യോ, ഭയങ്കര പാടല്ലേ. അതും ചാടും. എൻ്റെ കാലയിലെല്ലാം ചെളിയായി. അയ്യോ, ഇത് 1 kg. ഭയങ്കര സ്ലിപ്പറി, അതാണ് നിൽക്കുന്നില്ല. അയ്യോ ദൈവമേ, 1 kgയുടെ ഫിഷാണിത്. ഇത്
ബ്ലാക്ക് തിലാപ്പിയ. നല്ല ജീവനുണ്ട്. ഇതിനെ തിരിച്ചു വിടാൻ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ മാർക്കറ്റ് ചെയ്ത ആൾക്കാർ, ഇതിപ്പോൾ സെയിലിന് പോകുന്ന ആൾക്കാരാണ്. പല ദിവസങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കും. 1.5 ടൺ ഇവിടെ ഡെയിലി കയറ്റി വിടുന്നുണ്ട്. പ്രോസസ്സിങ് അതെല്ലാം കഴിഞ്ഞിട്ട് കുറേ എക്സ്പോർട്ട് ചെയ്യും. കുറേ നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ, ഇപ്പം നമ്മുടെ കേരളത്തിലുള്ള കടകളിലും ഒക്കെ ഇവൻ വരുന്നുണ്ട്. കാംബേ ടൈഗർ സീ ഫുഡ് പ്രോഡക്ട്സിൻ്റെ കൂട്ടത്തിൽ തിലാപ്പിയ. ദിസ് ഇസ് ബ്ലാക്ക്. നേരത്തെ കണ്ടത് റെഡ്. ഇത് 1 kg തൊട്ടുള്ള സൈസ്, വലുത് 500 തൊട്ടുള്ളത് വിൽക്കുന്നുണ്ട്. 500 ഗ്രാം തൊട്ട്. തിരിച്ചു വിടട്ടെ. ഇത്ര അടുത്തൊരു മീനിനെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതും ജീവനോടെ പിടിച്ചു വെച്ചിരിക്കുവാണേ. ചാടാൻ ഏത് സമയത്ത് വേണമെങ്കിലും ചാടാം. ഓ മൈ ഗോഡ്. ഓക്കെ, തിരിച്ചു വിടാൻ പോകുന്നു. അയ്യോ. നമ്മളിപ്പോൾ കണ്ടതെല്ലാം തന്നെ തിലാപ്പിയ വിശേഷങ്ങളാണ്. ഇപ്പോൾ അവസാനം കണ്ട 2 കാഴ്ചയും അത് പല സൈസിൽ കണ്ടു. 500 ഗ്രാമിൻ്റെ കണ്ടു, 800, 1000, അതായത് 1 കിലോ, ആ ഒരു ലെവലിലുള്ളത് വരെ കണ്ടു. ഈ തിലാപ്പിയ എന്ന് പറഞ്ഞ മീനാണെങ്കിൽ ഭയങ്കര ഗ്രോത്തുള്ള ഫിഷാണെന്നാണ് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് തന്നെ പെറ്റുപെരുകുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ പെറ്റുപെരുകി കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ സയൻറ്റിഫിക്കായിട്ട് വളർത്തുന്ന ഫാംസാണ് ഈ ഫിഷ് ഫാം. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയെ ബാധിക്കും. അത് അങ്ങനെ വളരാൻ ഇവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ കറക്റ്റായിട്ടുള്ള ക്വാളിറ്റി നോക്കിയിട്ടുള്ള ബ്രീഡൊക്കെയാണല്ലോ വളർത്തുന്നത്. അതുകൊണ്ട് ഈ തിലാപ്പിയാസ് ഇവിടെ നമ്മൾ കണ്ടതെല്ലാം തന്നെ മെയിലാണ്. ആൺ തിലാപ്പിയാസാണ്. പെണ്ണുങ്ങളെ ആരും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഒൺലി മെയിൽ ജെൻഡർ തിലാപ്പിയാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെറ്റുപെരുകുന്ന ക്വസ്റ്റ്യനേ ഇല്ല. അവന്മാരിങ്ങനെ വളർന്ന് വലുതായി വലിയ ചക്കയായിട്ട് വന്നിട്ട് ഇതിൻ്റെ മാക്സിമം ഗ്രോത്ത് 1.5 കിലോ വരെ പോകുമെന്നാണ് പറയുന്നത്. എന്തായാലും ഇത് 500 ഗ്രാം ആവുമ്പോൾ തൊട്ട് അത് കച്ചവടത്തിന് വേണ്ടി ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങും ആവശ്യാനുസരണം. അപ്പോൾ 1.5 ടണ്ണാണ് ഇപ്പോൾ ഇവിടെ ഡെയിലി ഇവിടെ നിന്ന് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എവ്രി ഡേ ഇഷ്ടംപോലെ. ഇവിടെ എത്ര ഫീൽഡുണ്ടെന്ന് അറിയാം. എണ്ണിയാൽ തീരാത്ത അത്ര ഫീൽഡ്സിൽ ഈ തിലാപ്പിയ വളരുകയാണ്. അവരുടെ ഒരു കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി 1.5 ടണ്ണൊന്നുമില്ല, എത്ര വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം. അതുകൊണ്ട് ഫീമെയിൽസ് ഇല്ല, ഒൺലി മെയിൽ തിലാപ്പിയാസ്. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞല്ലോ, പെറ്റുപെരുകുന്നത് അവർക്ക് ആവശ്യമില്ല, ക്വാളിറ്റിയെ അത് ബാധിക്കും. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ ഭയങ്കര നിർബന്ധമാണ് ഈ ഒരു കാംബേ ടൈഗർ സീ ഫുഡ് പ്രോഡക്ട്സിൻ്റെ എല്ലാ വിഭവങ്ങളുടെ കാര്യത്തിലും. അപ്പോൾ ഇത് ശരിക്കും ഫാം ടു കൺസ്യൂമേഴ്സ് പ്ലേറ്റാണ്. അതാണ് എൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ, ഫാം ടു ഫോർക്ക്. കഴിക്കുന്ന പ്ലേറ്റിലെത്തുന്ന വരെ ഉള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ്. ഇവിടെ ഇത്രയും മത്സ്യങ്ങളുള്ളത് കൊണ്ട് ഇവിടെ ഭയങ്കരമായിട്ട് സെക്യൂരിറ്റി വേണം. ഒട്ടും തന്നെ മോഷണമൊന്നും പോകാൻ പാടില്ലല്ലോ. ഇതെല്ലാം വളർന്ന് കിടക്കുകയാണ് കുഞ്ഞുങ്ങളെല്ലാം. കുഞ്ഞുങ്ങൾ വലിയ പല സ്റ്റേജസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വാച്ച് ഡോഗ് ഉണ്ട്. അവൻ ഭയങ്കര അഗ്രസീവാണ്. അവൻ്റെ പേര് ഷേറു എന്നാണ്. ഷേറു ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു വാച്ച് ടവർ പോലെ ഇങ്ങനെ ചെറുതായിട്ട് കെട്ടിയിട്ടുണ്ട്, ഒരു വാച്ചർ ഹൗസ്. ആൾക്ക് നിൽക്കുക. അതിൻ്റെ തൊട്ട് താഴെ ഷേറു ഇങ്ങനെ വളരെ അഗ്രസീവായിട്ട് വളരെ അലേർട്ടായിട്ട് നിൽക്കുകയാണ് വാച്ച് ടവർ.
വെരി അഗ്രസീവ് കണ്ടല്ലോ, ഭയങ്കര ദേഷ്യക്കാരനാ കണ്ടോ. വേണ്ട വേണ്ട വേണ്ട, അടക്കം അടക്കം, ബഹളം വേണ്ട. ഡോണ്ട് വറി, നമ്മളൊന്നിനും വന്നതല്ല. എൻ്റെ മതി 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 മതി. ഭയങ്കര ഒരു വാച്ച് ഡോഗ് ആണെന്ന് മനസ്സിലായല്ലോ. അവന് നല്ല ഉഷാറാ. ആരെ കണ്ടാലും വേണം. അതല്ല, അവനൊരു ക്രോസ് ബ്രീഡാണ്, ജർമ്മൻ ഷെപ്പേർഡിന്റെ ഒരു പകുതി. അങ്ങനെ എന്തായാലും ആള് വളരെ മിടുക്കനാണ്.